വിവരങ്ങളുമായി മുകേഷ് ലാൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. മുകേഷ്, ഒരു കാലഘട്ടത്തെ തൻ്റെ ഒപ്പം നടത്തിയ കേരള രാഷ്ട്രീയ ചരിത്രത്തെ തൻ്റെ ഒപ്പം നിയന്ത്രിച്ചു നിർത്തിയ ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് തലസ്ഥാനം ഇപ്പോൾ VSന് അന്ത്യാഭിവാദ്യം നേരുന്നത്? ലിബീഷ്, കേരളത്തിൻ്റെ സമര നായകനെ മലയാളികൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്, വിട നൽകുകയാണ്. വിരോചിതമായ വിട നൽകൽ. AKG സെൻറ്ററിൽ എത്തിച്ച VSനെ കാണാനായി അവസാനമായി AKG സെൻറ്ററിലെത്തിയ VSനെ അവസാനം ഒരു നോക്ക് കാണുന്നതിനായി ആയിരങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിയും ആ വരവുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. അഴിമതിയുടെ കറപുരളാത്ത കേരളത്തെ ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ ചരിത്രത്തിൽ പങ്കുവഹിച്ച ആ അതേ VS, ആ നെഞ്ചിലെ റോസാപ്പൂവായി മലയാളികൾ കൊണ്ടു നടക്കുന്ന ആ VSനെ കേരളം അവസാനമായി വിരോചിതമായി വിട നൽകുകയാണ്. AKG സെൻറ്ററിലേക്ക് VSൻ്റെ ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ മുതൽ ആയിരങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയും നിരവധി ആളുകൾ ദർബാർ ഹാളിൽ പൊതുദർശനത്തിൽ വയ്ക്കുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനെത്തും. മറ്റന്നാൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. നാളെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. VS ഒരു മാസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ എല്ലാ മലയാളികളും കരുതി അദ്ദേഹം പോരാടിയ ആ അതേ പോരാട്ട വീര്യത്തോടു കൂടി തന്നെ നമുക്കിടയിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷേ ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ട് 3:20 VS വിട പറഞ്ഞു എന്ന വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തിറങ്ങിയത്. അതോടെ കേരളം വിതുമ്പുകയായിരുന്നു. കാരണം അത്രയേറെ കേരളം രാഷ്ട്രീയ ഭേദമന്യേ നെഞ്ചേറ്റിയിട്ടുണ്ട്. കാരണം എവിടെ അഴിമതിയുണ്ടോ, എവിടെ തെറ്റുണ്ടോ, അതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിൽ പോരാളിയായി VS ഉണ്ടായിരുന്നു. എല്ലാ മലയാളികളുടെയും നാവായിരുന്നു VS. എല്ലാവർക്കും വേണ്ടി VS സംസാരിച്ചു. ഏതൊരു വിഷയത്തിലും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മുന്നിൽ നിന്ന VS എല്ലാ മലയാളികൾക്കും വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചു. എവിടെ തെറ്റായ വഴിയിലൂടെ പോകുന്നു അതെല്ലാം തിരുത്തി. അത് ഭരണാധികാരിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും കേരളം കണ്ടതാണ്. ഇത്തരമൊരു നേതാവിന് പകരക്കാരനായി മറ്റൊരു നേതാവും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേ പോരാട്ട വീര്യമുള്ള മറ്റൊരു നേതാവ് ഇനി നമുക്കുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും മലയാളികൾ സംശയിക്കുകയാണ്. തോക്കിന് മുന്നിൽ വാരിക്കുന്തവും മുദ്രാവാക്യവുമായി നിന്ന് പോരാടിയ, നൂറ്റാണ്ട് മുമ്പ് ജനിച്ച് ഒരു നൂറ്റാണ്ട് കാലം മലയാളികളുടെ എല്ലാവിധ നന്മയ്ക്കും ഈ കേരളത്തിനെ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിക്കുന്നതിനും വേണ്ടി പോരാടിയ നേതാവ്, ആ നേതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിരോചിതമായ യാത്രയയപ്പ് ഇനിയൊരു നേതാവിന് നൽകാനാവാത്ത വിധത്തിൽ കേരളം വിതിമ്പിക്കൊണ്ട് പറയുകയാണ് ലാൽ സലാം സഖാവേ എന്ന്. അത്രയേറെ മലയാളികൾ VSനെ നെഞ്ചേറ്റുന്നു. ഇന്നും നാളെയുമായി ഇനിയും 10,000 തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കും. മറ്റന്നാൾ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വിട പറയുന്നതുവരെ. ലിബീഷ്, VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് തലസ്ഥാന നഗരം. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ AKG സെൻറ്ററിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്.